HS Radio. ശിവഗിരി HS Radio. സദസനിധ പനിധ മഗ മഗരിസ. സദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനന്യ സന്ദീപ്, അതിഥി നേഹ ഫാത്തിമ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. പരിശോധനകൾ കൃത്യമായി നടത്താനാകാതെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ആധാർ കാർഡിൽ ഇനി നമ്പർ ഉണ്ടാകില്ല. യുവതിയുടെ വയറ്റിൽ കത്തുക. T20 ലോകകപ്പ്, ന്യൂസിലൻഡ് സൂപ്പർ 8-ൽ. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയല്ല, മനമറിഞ്ഞ് വേണം യാത്ര. മൈൻഡ്ഫുൾ ട്രാവൽ പ്രോത്സാഹിപ്പിക്കാൻ കേരള ടൂറിസം. ഇറാനെ തൊട്ടാൽ അത് തീക്കളി, ട്രംപിന് റഷ്യയുടെ മുന്നറിയിപ്പ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. പരിശോധനകൾ കൃത്യമായി നടത്താനാകാതെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. വേണ്ടത് 500-ലധികം ഫുഡ് സേഫ്റ്റി ഓഫീസർ, നിലവിലുള്ളത് 170 പേർ മാത്രം. സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും കൃത്യമായ പരിശോധനകൾ നടത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലെന്നാണ് വകുപ്പ് നേരിടുന്ന പ്രതിസന്ധി. വകുപ്പിന് ആവശ്യമായ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നിട്ടും അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാർ എന്ന ആക്ഷേപം ശക്തമാണ്. ഈ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു 3 മാസം കഴിഞ്ഞിട്ടും പുതിയ ഒരൊഴിവ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും നടത്തിയ നിയമന ശുപാർശയെ തുടർന്ന് ജോലിയിൽ പ്രവേശിക്കാത്തവരുടെ 2 NJD ഒഴിവുകളിൽ മാത്രമാണ് പുതിയ ലിസ്റ്റിൽ നിന്നും നിയമനം നടന്നിരിക്കുന്നത്. ആധാർ കാർഡിൽ ഇനി നമ്പർ ഉണ്ടാകില്ല. ഫോട്ടോയും QR കോഡും മാത്രം. ന്യൂഡൽഹി. ആധാർ കാർഡിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ അടിമുടി പരിഷ്കരിക്കാൻ UIDAI ഒരുങ്ങുന്നു. നിലവിലുള്ള കാർഡുകളിൽ നിന്ന് പേര്, വിലാസം, ആധാർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ഒഴിവാക്കി പകരം ഉടമയുടെ ഫോട്ടോയും സുരക്ഷിതമായ ഒരു QR കോഡും മാത്രം ഉൾപ്പെടുത്തിയുള്ള പുതിയ ഡിസൈനാണ് പരിഗണനയിലുള്ളത്. ഇതിനോടൊപ്പം കൂടുതൽ ഫീച്ചറുകളുള്ള പുതിയ ആധാർ ആപ്പ് കേന്ദ്രമന്ത്രി ജിതിൻ പ്രസാദ് രാജ്യത്തിന് സമർപ്പിച്ചു. കാർഡിന്റെ മുൻവശത്ത് ഫോട്ടോയും QR കോഡും മാത്രമേ ഉണ്ടാകൂ. ഓഫ്ലൈനായി വിവരങ്ങൾ വായിക്കുന്നത് നിരുത്സാഹപ്പെടുത്താനാണ് ഈ നീക്കം. ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ ഹോട്ടലുകളിലും മറ്റും നൽകുന്നത് വഴി വിവരങ്ങൾ ചോരുന്നത് ഒഴിവാക്കാൻ QR കോഡ് അധിഷ്ഠിത വെരിഫിക്കേഷൻ സഹായിക്കും. ആധാർ നമ്പർ ഉപയോഗിച്ചുള്ള സിം കാർഡ് തട്ടിപ്പുകൾ, അനധികൃത ലോണുകൾ, ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം വഴിയുള്ള പണം തട്ടൽ എന്നിവ തടയാൻ പുതിയ മാറ്റം ലക്ഷ്യമിടുന്നു. യുവതിയുടെ വയറ്റിൽ കത്തുക. ശസ്ത്രക്രിയ 5 വർഷം മുമ്പ്. സംഭവം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം. 5 വർഷം മുമ്പ് ശസ്ത്രക്രിയ നടത്തിയ യുവതിയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തി. പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിൻ്റെ വയറ്റിലാണ് കത്രിക കണ്ടെത്തിയത്. 2021 മെയ് 5-നാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇവർ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത്. ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യുന്നതിനായിരുന്നു ഇത്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ നിരന്തരം വയറുവേദന അനുഭവപ്പെടുകയായിരുന്നു. വർഷങ്ങളായി വേദനയ്ക്ക് മരുന്ന് കഴിച്ചാണ് മുന്നോട്ട് പോയിരുന്നത്. പിന്നീട് ബുധനാഴ്ച എക്സ്റേ എടുത്തപ്പോഴാണ് വയറ്റിൽ കത്രിക കണ്ടെത്തിയത്. സംഭവത്തിൽ പരാതി നൽകുമെന്നാണ് യുവതിയുടെ കുടുംബം പറയുന്നത്. വേദന കാരണം വീണ്ടും മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും മൂത്രത്തിൽ കല്ലെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് മടക്കി അയച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് കത്രിക കണ്ടെത്തിയത്. വയറ്റിൽ കത്രിക കണ്ടെത്തിയതിന് പിന്നാലെ തിങ്കളാഴ്ച ശസ്ത്രക്രിയ ചെയ്ത് കത്രിക പുറത്തെടുക്കാമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. എന്നാൽ വണ്ടാനത്തേക്ക് ശസ്ത്രക്രിയയ്ക്ക് പോകാൻ ഭയമെന്നാണ് ചികിത്സാ പിഴവിന് ഇരയായ ഉഷ പറയുന്നത്. T20 ലോകകപ്പ്, ന്യൂസിലൻഡ് സൂപ്പർ 8-ൽ. T20 ലോകകപ്പിൽ ദുർബലരായ കാനഡയെ തോൽപ്പിച്ച് ന്യൂസിലൻഡ് സൂപ്പർ 8-ൽ. കാനഡയുടെ യുവരാജ് സംറയുടെ സെഞ്ചുറിക്ക് ഫിലിപ്പീൻസിൻ്റെയും രാജീവ് രജീന്ദ്രൻ്റെയും അർദ്ധശതകത്തിലൂടെ മറുപടി നൽകിയായിരുന്നു ന്യൂസിലൻഡ് വിജയത്തിലേക്ക് നയിച്ചത്. ന്യൂസിലൻഡ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ കാനഡ, UAE, അഫ്ഗാനിസ്ഥാൻ ടീമുകൾ പുറത്തായി. ആദ്യ ബാറ്റ് ചെയ്ത കാനഡ 4 വിക്കറ്റിൽ 174 റൺസ് എടുത്തെങ്കിലും വെറും 2 വിക്കറ്റിന് നഷ്ടത്തിൽ 176 റൺസ് നേടി ന്യൂസിലൻഡ് ഈ സ്കോർ ചേസ് ചെയ്തു. 2020 ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ഒരു അസോസിയേറ്റ് രാജ്യത്ത്
നിന്നുള്ള ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കി യുവരാജ് തിളങ്ങിയെങ്കിലും ഈ ചരിത്ര നേട്ടത്തിന് കാനഡയെ 8 വിക്കറ്റിൻ്റെ തോൽവിയിൽ നിന്നും രക്ഷിക്കാനായില്ല. 65 പന്തിൽ 110 റൺസ് നേടിയാണ് യുവരാജ് മികച്ച ബാറ്റിംഗ് കെട്ടഴിച്ചത്. 58 പന്തിൽ നിന്നാണ് താരം സെഞ്ചുറി തികച്ചത്. 2020 ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യ അസോസിയേറ്റ് താരം എന്ന റെക്കോർഡ് യുവരാജ് നേടി. അമേരിക്കയുടെ ആരോൺ ജോൺസിൻ്റെ 94 റൺസ് എന്ന റെക്കോർഡാണ് മറികടന്നത്. T20 ലോകകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി താരം എന്ന ബഹുമതിയും യുവരാജ് നേടി. 19 വയസ്സ് 141 ദിവസവുമേ താരത്തിനായുള്ളൂ. 2014 അഹമ്മദ് ഷഹസാദ് സ്ഥാപിച്ച റെക്കോർഡാണ് സമ്ര തകർത്തത്. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയല്ല, മനമറിഞ്ഞ് വേണം യാത്ര. മൈൻഡ്ഫുൾ ട്രാവൽ പ്രോത്സാഹിപ്പിക്കാൻ കേരള ടൂറിസം. തിരുവനന്തപുരം കേരളത്തിലൂടെയുള്ള യാത്ര അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര പ്രചാരണവുമായി കേരള ടൂറിസം. യാത്ര ആസ്വദിക്കൂ, പിന്നീട് പോസ്റ്റ് ചെയ്യൂ. ട്രാവൽ നൗ പോസ്റ്റ് ലേറ്റർ എന്ന ഡിജിറ്റൽ പ്രചാരണത്തിന് തുടക്കമായി സംസ്ഥാനത്തിന്റെ തനത് പ്രകൃതി സൗന്ദര്യവും പൈതൃകവുമെല്ലാം മനസ്സറിഞ്ഞ് ആസ്വദിക്കുന്നതിനായാണ് ഈ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ലൈക്കും ഷെയറും കിട്ടാൻ വേണ്ടി മാത്രമായി വിനോദയാത്രകൾ ഒതുക്കി പോകുന്നത് നിരുത്സാഹപ്പെടുത്തുന്നതിനും യഥാർത്ഥ യാത്രാനുഭവം അറിയുന്നതിനുമായാണ് പുതിയ പ്രചാരണ പരിപാടി. ഇറാനെ തൊട്ടാൽ അത് തീക്കളി. ട്രംപിന് റഷ്യയുടെ മുന്നറിയിപ്പ്. സൈനിക നീക്കം തുടർന്ന് US. ഇറാനെ ആക്രമിക്കാനുള്ള US നീക്കം തീക്കളിയാണെന്ന മുന്നറിയിപ്പുമായി റഷ്യ. ഇറാനെതിരെ പുതിയ സൈനിക നീക്കങ്ങൾ നടത്തുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവിൻ്റെ മുന്നറിയിപ്പ്. ജനീവയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ പരോക്ഷ ചർച്ചകൾ നടന്നതിന് പിന്നാലെയാണ് ലാവ്റോവിൻ്റെ ഈ നിർണായക ഇടപെടൽ. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ മുൻപ് നടന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നിരീക്ഷണത്തിലുള്ള കേന്ദ്രങ്ങളെ ബാധിച്ചുവെന്നും അതൊരു ആണവ ദുരന്തത്തിന് വഴിവെക്കാമായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മേഖലയിലെ ഒരു രാജ്യവും യുദ്ധമോ സംഘർഷമോ ആഗ്രഹിക്കുന്നില്ല. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇത്തരം നീക്കങ്ങൾ തീക്കളിയാണെന്ന് ലാവ്റോവ് വിശേഷിപ്പിച്ചു. ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടത് ഉൾപ്പെടെ മേഖലയിൽ അടുത്ത കാലത്തുണ്ടായ പോസിറ്റീവ് മാറ്റങ്ങളെ അട്ടിമറിക്കാൻ മാത്രമേ പുതിയ സംഘർഷങ്ങൾ സഹായിക്കൂ. ഇറാൻ സമാധാനപരമായ ആണവ പദ്ധതിയാണ് ആഗ്രഹിക്കുന്നതെന്ന് റഷ്യ വിശ്വസിക്കുന്നു. ആണവ വ്യാപന നിരോധന കരാർ ലംഘിക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഗാസയിലെയും ഇറാനിലെയും വിഷയങ്ങൾ ചർച്ചകൾ തുടരുമ്പോഴും അമേരിക്ക മേഖലയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കുകയാണ്. മാർച്ച് പകുതിയോടെ US-ൻ്റെ എല്ലാ യുദ്ധ സജ്ജീകരണങ്ങളും പശ്ചിമേഷ്യയിൽ പൂർത്തിയാകുമെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ തങ്ങളുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന നിലപാടിലാണ് ഇറാൻ. ഇതിനിടെ ഇറാൻ റഷ്യ സംയുക്ത നാവിക അഭ്യാസം ആരംഭിച്ചിട്ടുണ്ട്. റഷ്യയുമായി കൂടുതൽ കൈകോർത്തുള്ള നീക്കത്തിലാണ് ഇറാൻ്റെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായാണ് സംയുക്ത നാവികാഭ്യാസം റഷ്യൻ പ്രകൃതി വാതകം വൻതോതിൽ വാങ്ങാനുമുള്ള തീരുമാനം. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്കൻ മേഖലയിലും ഒമാൻ കടലിലുമാണ് ഇറാനും റഷ്യയും സംയുക്ത നാവികാഭ്യാസം നടക്കുന്നത്. ഇത് ശരിയല്ല. തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സൗജന്യങ്ങൾക്കെതിരെ സുപ്രീം കോടതി. ഈ ഭാരം ആര് ചുമക്കുമെന്ന് ചോദ്യം. പൊതുഖജനാവിനെ ദോഷകരമായി ബാധിക്കുന്ന സൗജന്യ പദ്ധതികൾ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് പ്രഖ്യാപിക്കുന്ന രീതിക്കെതിരെ സംസ്ഥാനങ്ങളെ വിമർശിച്ച് സുപ്രീം കോടതി. നിരുത്തരവാദപരവും അനാവശ്യവുമെന്ന് സൗജന്യ പദ്ധതികളെ വിശേഷിപ്പിച്ച് കോടതി ഇത്തരം തീരുമാനങ്ങളുടെ സമയത്തെയും സാമ്പത്തിക യുക്തിയെയും ചോദ്യം ചെയ്യുകയും ചെയ്തു. തമിഴ്നാട്ടിലെ വൈദ്യുതി സബ്സിഡിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് പരിഗണിക്കവെയായിരുന്നു സുപ്രീം കോടതിയുടെ വിമർശനം. വൈദ്യുതി വിതരണ കമ്പനികൾക്ക് ടാരിഫും ബഡ്ജറ്റ് കണക്കുകൂട്ടലുകളും ക്രമീകരിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വന്ന സൗജന്യ വൈദ്യുതി പദ്ധതി പ്രഖ്യാപനത്തിൻ്റെ കാരണം വിശദീകരിക്കാൻ കോടതി തമിഴ്നാട് സർക്കാരിനോട് പ്രത്യേകം ആവശ്യപ്പെടുകയും ചെയ്തു. പല സംസ്ഥാനങ്ങളും ഇതിനകം വരുമാന കമ്മിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിരീക്ഷിച്ച് കോടതി മുൻകൂർ സാമ്പത്തിക ആസൂത്രണം കൂടാതെ വലിയ സബ്സിഡികൾ പ്രഖ്യാപിക്കുന്നത് സർക്കാരുകൾ എങ്ങനെ താങ്ങുമെന്നും ചോദ്യം. വീണ്ടും ചികിത്സാ പിഴവ്. ചില്ലു നീക്കാതെ മുറിവ് വച്ച് കെട്ടിയെന്ന പരാതി. ആരോപണം ചേർത്തല താലൂക്ക് ആശുപത്രിക്കെതിരെ. ആലപ്പുഴ സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രിക്കെതിരെ വീണ്ടും ചികിത്സാ പിഴവ് പരാതി. ചേർത്തല താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ചില്ലു നീക്കാതെ മുറിവ് വച്ചു കെട്ടിയെന്നാണ് പരാതി. ചികിത്സ തേടിയ ഗൃഹസ്ഥാനന്റെ കയ്യിലെ മുറിവിൽ നിന്നും ചില്ലു കഷ്ണങ്ങൾ നീക്കാതെ വച്ചു കെട്ടിയിരിക്കുകയാണ്. തുവരൂർ വളമംഗലം സ്വദേശി രാധാകൃഷ്ണൻ പിള്ളയ്ക്കാണ് ദുരനുഭവം ഉണ്ടായത്.
എപ്സ്റ്റൈൻ ഫയൽ വിവാദം. പിറന്നാൾ ദിനത്തിൽ മുൻ ബ്രിട്ടീഷ് രാജകുമാരൻ അറസ്റ്റിൽ. ബ്രിട്ടീഷ് രാജകുടുംബാംഗവും മുൻ രാജകുമാരനുമായിരുന്ന ആൻഡ്രൂ മൗണ്ട്ബേറ്റൻ വിൻസൺ അറസ്റ്റിൽ. എപ്സ്റ്റൈൻ ഫയലുകളിലെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ആൻഡ്രൂ വിൻസൺ അറസ്റ്റിലായത്. 66-ാം പിറന്നാൾ ദിനത്തിൽ സാൻഡ്രിങ്ഹാം എസ്റ്റേറ്റിലെ വസതിയിൽ നിന്നാണ് തേംസ് വാലി പോലീസ് ആൻഡ്രൂവിനെ അറസ്റ്റ് ചെയ്തത്. ഔദ്യോഗിക രാജപദവി ദുരുപയോഗം ചെയ്ത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. ചാൾസ് രാജകുമാരൻ്റെ സഹോദരൻ കൂടിയാണ് ആൻഡ്രൂ വിൻസൺ. അമേരിക്കയിലെ കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ആൻഡ്രൂവിനെതിരെ അന്വേഷണം നടക്കുകയായിരുന്നു. ട്രേഡ് എൻവോയ് ആയിരുന്ന കാലത്ത് എപ്സ്റ്റീനുമായി രഹസ്യരേഖകൾ പങ്കുവച്ചു എന്നതായിരുന്നു ആൻഡ്രൂവിനെതിരെ പരാതി. കൃത്യമായ അന്വേഷണത്തിനും വിലയിരുത്തലുകൾക്കും ശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എപ്സ്റ്റൈൻ ഫയലുകളിൽ നിരവധി ലൈംഗികാരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും നിലവിൽ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത സംഭവത്തിൽ മാത്രമാണ് നടപടിയെടുത്തിട്ടുള്ളത്. എപ്സ്റ്റൈൻ ഫയലുകളിലെ ബന്ധത്തെ തുടർന്ന് കഴിഞ്ഞ വർഷമായിരുന്നു ആൻഡ്രൂവിനെ രാജപദവിയിൽ നിന്ന് ഒഴിവാക്കിയത്. അമേരിക്കൻ നീതിന്യായ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ രേഖകളിലും ആൻഡ്രൂവിൻ്റെ വിവാദ ചിത്രങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ആൻഡ്രൂ ഒരു സ്ത്രീയുമായി അടുത്തിടപഴകുന്ന ചിത്രമായിരുന്നു പുറത്തു വന്നത്. എന്നാൽ ചിത്രത്തിലെ യുവതി ആരാണെന്നോ ഇത് എവിടെ വെച്ച് പകർത്തിയതാണെന്നോ വ്യക്തമില്ല. തന്ത്രിക്ക് ജാമ്യം, കർശന ഉപാധികൾ, SITക്ക് കനത്ത തിരിച്ചടി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠർ രാജീവർക്ക് ജാമ്യം. കർശന ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിട്ടുള്ളത്. ചൊവ്വ ശനി ദിവസങ്ങളിൽ SITക്ക് മുന്നിൽ ഹാജരാകണം. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്. കോടതി അനുവാദമില്ലാതെ സംസ്ഥാനം വിട്ട് പുറത്തു പോകരുത്. പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം തുടങ്ങിയ കർശന ഉപാധികളോടെയാണുള്ളത്. തന്ത്രിക്ക് ജാമ്യം ലഭിച്ച കേസിൽ SITക്ക് കനത്ത തിരിച്ചടിയാണ്. കേസിൽ ജാമ്യം കിട്ടുന്ന 6ാമത്തെ പ്രതിയാണ് തന്ത്രി കണ്ഠർ രാജീവർ. കേസിൽ അറസ്റ്റിലായ 41-ാം ദിവസമാണ് തന്ത്രി പുറത്തിറങ്ങുന്നത്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും സമർപ്പിച്ച ജാമ്യാപേക്ഷകളിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 2 കേസിലും ജാമ്യം ലഭിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. പരിശോധനകൾ കൃത്യമായി നടത്താനാകാതെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ആധാർ കാർഡിൽ ഇനി നമ്പർ ഉണ്ടാകില്ല. യുവതിയുടെ വയറ്റിൽ കത്തുക. T20 ലോകകപ്പ് ന്യൂസിലൻഡ് സൂപ്പർ 8-ൽ. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയല്ല, മനമറിഞ്ഞു വേണം യാത്ര. മൈൻഡ്ഫുൾ ട്രാവൽ പ്രോത്സാഹിപ്പിക്കാൻ കേരള ടൂറിസം. ഇറാനെ തൊട്ടാൽ അത് തീക്കളി. ട്രംപിന് റഷ്യയുടെ മുന്നറിയിപ്പ്. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി 8Fലെ ഫർസീൻ മുഹമ്മദ് ഖാൻ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. കേരള സർക്കാരിന്റെ ഈ വർഷത്തെ നിശാഗന്ധി പുരസ്കാരം ആർക്ക്? ഉത്തരം പ്രശസ്ത മണിപ്പൂരി നർത്തകി പത്മശ്രീ ദർശന ജാവേരിക്ക്. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. പിറന്നാൾ ദിനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് രാജവംശത്തിലെ മുൻ രാജകുമാരൻ ആരാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.